everyone, welcome back to Salam Learning. Happy Miss ആണ് മകളെ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, നമ്മളോട് എപ്പോഴും എക്സാമിന് ഒരു റീഡിംഗ് കോംപ്രഹെൻഷൻ ചോദിക്കാറുണ്ട് അല്ലേ? പുറത്തുനിന്ന് ഒരു പാസേജ് പോകുമ്പോൾ തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ചോദിക്കാറില്ലേ? അപ്പോൾ അതുപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊരു കഥയാണ് അല്ലേ? ഹിയർ ഇസ് എ സ്റ്റോറി അബൌട്ട് ഒളിമ്പിക് ഗെയിംസ്. ഒളിമ്പിക് ഗെയിംസിനെ പറ്റിയിട്ടൊരു സ്റ്റോറിയാണ്. ശരിക്കും ഇതൊരു സ്റ്റോറി അല്ല, ഇത് ശരിക്കും സംഭവിച്ച കാര്യമാണ്. ഈ വേഴ്സ് അറ്റ് ദ 1928 ഒളിമ്പിക്സ് അറ്റ് ആംസ്റ്റർഡാം. ആംസ്റ്റർഡാമിൽ 1928 ഒളിമ്പിക്സിൽ സംഭവിച്ച കാര്യമാണ് അല്ലെ. ആംസ്റ്റർഡാം എവിടെയാണെന്ന് അറിയോ? അത് യൂറോപ്പിലാണ്. ഇറ്റ്സ് എ മേജർ സിറ്റി ഇൻ നെതർലാൻഡ്സ്. നെതർലാൻഡ്സിലെ ഒരു മേജർ സിറ്റിയിലാണ് എന്തുള്ളത്? യൂറോപ്പിലുള്ള നെതർലാൻഡ്സിലെ ഒരു മേജർ സിറ്റിയാണ് ആംസ്റ്റർഡാം. അവിടെ ഒരു റോയിങ് റേസ് നടക്കുകയാണ് കേട്ടോ, അതായത് തുഴച്ചിൽ മത്സരം നടക്കുകയാണ്. ബോബി പിയേഴ്സ് ഓഫ് ഓസ്ട്രേലിയ വാസ് ലീഡിംഗ് ഫ്രം ദ ബിഗിനിങ് ഓഫ് ദ റേസസ്. അതായത് ഈ റേസ് തുടങ്ങിയപ്പോൾ തന്നെ തുഴച്ചിൽ മത്സരത്തിൽ ഏറ്റവും മുമ്പിൽ ലീഡ് ചെയ്യുന്ന ആരാണ്? ഓസ്ട്രേലിയയുടെ ബോബി പിയേഴ്സ് ആണ് കേട്ടോ. അദ്ദേഹത്തിന്റെ തൊട്ട് പിറകിലായിട്ട് അമേരിക്കയിലെ കെന്നുമുണ്ട്. ആൻഡ് ഒത്തിരി അതേഴ്സ്, വേരിയസ് കൺട്രീസിലുള്ള ഒത്തിരി അതേഴ്സ് ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് അല്ലേ. അപ്പൊ അതായത് തുഴച്ചിൽ മത്സരം നടക്കുന്ന ആ ഒരു നദിയുടെ രണ്ട് ബാങ്ക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? രണ്ട് തീരത്തും ആൾക്കാരെ നിൽക്കുന്നുണ്ട്, അവർ ആഹ്ലാദം കൊണ്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട്, ചിയർ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ബോബി പിയേഴ്സ് ഹാഡ് റീച്ച്ഡ് ഹാഫ് വേ. അങ്ങനെ ബോബി പിയേഴ്സ് പകുതി വരെ എത്തി. ഹി ടേൺഡ് ആൻഡ് ലുക്ക്ഡ് ബാക്ക്. അങ്ങനെ അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും ഹിസ് റൈവൽ കെൻ വാസ് ജസ്റ്റ് ബിഹൈൻഡ് ദം. അദ്ദേഹത്തിന്റെ എതിരാളി തൊട്ട് പുറകെയുണ്ട് അല്ലേ. സഡൻലി ഇറ്റ് ഹാപ്പൻ ഇൻ ഫ്രണ്ട് ഓഫ് ഹിം ഇൻ ദ ലേക്ക് ഹി സോ എ ഡക്ക് ആൻഡ് ഹെർഡ് ബ്രൂഡ് ഓഫ് ക്രക്ലിങ്സ്. അങ്ങനെ അദ്ദേഹം പിന്നെയും മുമ്പോട്ട് പോകുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ആ ഒരു പാത്തിൽ, അദ്ദേഹം പൊക്കോണ്ടിരിക്കുന്ന ആ ഒരു വഴിയിൽ ഒരു താറാവും ആ താറാവിന്റെ കുട്ടികൾ എന്ത് ചെയ്യാണ്? അത് ക്രോസ് ചെയ്തതാ ഇങ്ങനെ പോവാണ് അല്ലേ. They were crossing the lakes and they were about to cross Bobby's track. The poor birds didn't know that they were in the middle of an Olympic race. ഒളിമ്പിക് റേസിന്റെ നടുക്കാണ് അവരുള്ളതെന്ന് ആ പക്ഷികൾക്ക് അറിയില്ല. താറാവ് എന്താ നദിയുടെ പുറകെ കുഞ്ഞുങ്ങളായിട്ട് എന്ത് ചെയ്യാണ്? ഇങ്ങനെ ആ ഒരു ട്രാക്കിന്റെ കുറുകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും എന്തായിരിക്കും ബോബി പിയേഴ്സ് ചെയ്തിട്ടുണ്ടാവുക? ബോബി പിയേഴ്സ് സ്ലോ ഡൗൺ ഹിസ് ബോട്ട്. അദ്ദേഹം ബോട്ട് സ്ലോ ഡൗൺ ചെയ്തു അല്ലെ. അദ്ദേഹത്തിന്റെ എതിരാളി ഇപ്പൊ തോപ്പിക്കാൻ വേണ്ടിയിട്ട് എത്തുന്നുണ്ട്, എന്നിട്ട് പോലും അദ്ദേഹം ബോട്ട് സ്ലോ ചെയ്തു. എന്നിട്ട് അദ്ദേഹം നോക്കിയപ്പോഴേക്കും പെട്ടെന്ന് അദ്ദേഹത്തിനെ അടുത്തടുത്ത് എത്താനായിട്ടുണ്ട് അല്ലെ. അപ്പൊ രണ്ട് ഷോറിലുള്ള ആൾക്കാർ ആ രാജ്യത്തിന്റെ ഒരു പ്രൈസ് കിട്ടുന്ന കാര്യമാണ് അല്ലെ. ബോബി പിയേഴ്സ് മാത്രമല്ല, ആ ഒരു രാജ്യം മൊത്തം പ്രൈസ് കാത്തിരിക്കുകയാണ്. അപ്പൊ ഇയാൾ എന്താ കാട്ടണമെന്ന് എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? അപ്പുറത്തും ഇപ്പുറത്തും ആ മാറ്റിൽ ഭ്രാന്ത് പിടിച്ചവർ ഷൗട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. പക്ഷെ ബോബി എന്ത് ചെയ്തു? പേഷ്യൻലി അല്ലെ, അദ്ദേഹം സൗമ്യതയോട് കൂടിയിട്ട് അദ്ദേഹം വെയിറ്റ് ചെയ്തു. അങ്ങനെ എല്ലാ ഡെക്ലിങ്സും മദർ ഡക്കും സ്വാം അവയെ നീന്തി പോയി കഴിഞ്ഞിട്ട് അവർ ഡേഞ്ചർ കഴിഞ്ഞപ്പോഴേക്കും ബോബി പിയേഴ്സ് വീണ്ടും സ്പീഡിൽ റേസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ ഒരു ഗോൾഡ് മെഡൽ, ആ ഒരു റേസിൽ ബോബി പിയേഴ്സ് ഗോൾഡ് മെഡൽ മാത്രമല്ല വാങ്ങിയത്, ഹി വോൺ ദ ഹാർട്ട് ഓഫ് ഓൾ പീപ്പിൾ ഓൺ ദ ഷോർ. ആ തീരത്തുണ്ടായിരുന്ന എല്ലാ ആൾക്കാരുടെയും ഹൃദയത്തിൽ കൂടിയാണ് അന്ന് ബോബി പിയേഴ്സ് വിൻ ചെയ്തത് കേട്ടോ. അപ്പൊ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു പാസേജ്. അപ്പൊ തന്നിട്ടുള്ള പാസേജ് വായിച്ചു നോക്കുക. അപ്പൊ നമുക്ക് എപ്പോഴും ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുക അല്ലെ. പുറത്തുനിന്ന് ഒരു പാസേജ് അല്ലെങ്കിൽ ഒരു പോമോ ആയിരിക്കും ചോദിക്കുക. അപ്പൊ തന്നിരിക്കുന്നത് നമുക്ക് കൂൾ ഓഫ് ടൈമിന്റെ സമയത്ത് എന്ത് ചെയ്യാം? വായിച്ചു നോക്കുക, റിപ്പീറ്റഡ് ആയിട്ട് വായിച്ചു നോക്കുക. എന്നിട്ട് അതിനെ ബേസ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വേർ ഡിഡ് ദ 1928 ഒളിമ്പിക്സ് ടേക്ക് പ്ലേസ്? എവിടെയാണ് 1928 ഒളിമ്പിക്സ് നടന്നത്? ബെയ്ജിംഗ് ആണോ, ലണ്ടൻ ആണോ, ആംസ്റ്റർഡാം ആണോ, നൺ ഓഫ് ദീസ് ആണോ? നന്നായിട്ട് പറയുന്നുണ്ട്, ആംസ്റ്റർഡാം ആണ്. സോ അതാണ് കറക്റ്റ് ആൻസർ. ആംസ്റ്റർഡാം ഈസ് എ മേജർ സിറ്റി ഇൻ ഡാഷ്. ആംസ്റ്റർഡാം എവിടെയുള്ള മേജർ സിറ്റിയാണ്? നെതർലാൻഡ്സ്, ലണ്ടൻ, ബെയ്ജിംഗ്, നൺ ഓഫ് ദീസ്. എവിടെയാണ്? നെതർലാൻഡ്സ് ആണെന്ന് പറയുന്നുണ്ട് അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ടു വിച്ച് കൺട്രി ബോബി പിയേഴ്സ് ബിലോങ് ടു? ബോബി പിയേഴ്സ് ഏത് രാജ്യക്കാരനാണ്? അമേരിക്ക, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, നൺ ഓഫ് ദീസ്. ഇവിടെ പറയുന്നുണ്ട് അല്ലെ. അദ്ദേഹം ബോബി പിയേഴ്സ് ഓഫ് ഓസ്ട്രേലിയക്കാരനാണ്. സോ അദ്ദേഹം ഓസ്ട്രേലിയ എന്നുള്ളതാണ് ഇതിലെ കറക്റ്റ് ആൻസർ. അടുത്തെന്താ? വാട്ട് കെയിം അക്രോസ് ബോബീസ് ട്രാക്ക്? ബോബിയുടെ ട്രാക്കിലേക്ക് എന്താണ് വന്നത്? ഡക്ക് ആൻഡ് ഹെർ ബ്രൂഡ് ഓഫ് ട്രക്ലിങ്സ്, എ ഷോൾ ഓഫ് ഫിഷ്, ഹേർഡ് ഓഫ് കാറ്റിൽ. എന്താണ്? ഡക്കും അതിന്റെ താറാംകുട്ടികളുമാണ് അല്ലെ. ആംസ്റ്റർഡാം എവിടെയാണ്? ആഫ്രിക്കയിലാണോ, ഏഷ്യയിലാണോ, യൂറോപ്പിലാണോ? എവിടെയാണ്? യൂറോപ്പിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇതുപോലെ നമ്മളോട് ഒരു പാസേജ് തരും, അതിനെ ബേസ് ചെയ്തിട്ടുള്ള 4-5 ക്വസ്റ്റ്യൻസ് ചോദിക്കും. എന്തായാലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.